തയ്യൽ സാമഗ്രികളുമായി പരിശീലിക്കുക എന്ന ഈ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനിൽ പ്രത്യേക അറ്റാച്ച്മെന്റുകൾ ഉപയോഗിക്കാൻ പഠിക്കും. ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്. സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ 1. സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് ഹിഞ്ച്ഡ്. ഗ്യാതറിംഗ് ഫുട്ട് 1. സിപ്പർ ഫുട്ട് 1. ഇൻവിസിബിൾ സിപ്പർ ഫുട്ട് 1. റഫ്ലർ ഫുട്ട് 1. ടക്കർ ഫുട്ട് 1. ഹെമർ ഫുട്ട് 1. ബട്ടൺ ഫുട്ട് 1. ബട്ടൺ ഹോൾ ഫാർ 1. കോർഡിംഗ് ഫുട്ട് 1. സിംഗിൾ ടേൺ ടേപ്പ് ബൈൻഡർ 1. റൈറ്റ് ആംഗിൾ ഡബിൾ ഫുട്ട് ബൈൻഡർ 1. ലാപ്പ് സീം ഫോൾഡർ 1. യോക്ക് സെറ്റർ 1. ഫ്ലാറ്റ് സ്റ്റിച്ചിങ് ഗൈഡ് 1. സ്വിംഗ് ആം സ്റ്റിച്ചിങ് ഗൈഡ് 1. സിലിണ്ടറിക്കൽ സ്റ്റിച്ചിങ് ഗൈഡ് 1. സീം ഗേജ് 1 വീതം. മെറ്റീരിയൽസ് കോട്ടൺ ഫാബ്രിക് 0.20 മീറ്റർ. സിപ്പ് 1. ബട്ടൺ 1. സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ. സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ്. സൂയിങ് മെഷീനിൽ ഉള്ള സ്പെഷ്യൽ ആക്സസറീസിനെയാണ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുക. ഇത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മെഷീനിന്റെ എബിലിറ്റി എൻഹാൻസ് ചെയ്യും. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ചെയ്തു തീർക്കാനുള്ള സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. കൂടാതെ സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. സ്പെസിഫിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുവാൻ വേണ്ടി പല റേഞ്ച് ഓഫ് മെഷീനുകളിൽ പല റേഞ്ച് ഓഫ് അറ്റാച്ച്മെന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് 3 ടൈപ്സ് ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫുട്ട് അറ്റാച്ച്മെന്റ്സ്. സ്പെഷ്യൽ ഓപ്പറേഷൻ കൂടാതെ ഫുട്ടിന്റെ ബേസിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യുവാൻ വേണ്ടി ഡിസൈൻ ചെയ്തവയാണ് ഈ ഫുട്ട് അറ്റാച്ച്മെന്റ്സ്. ഈ അറ്റാച്ച്മെന്റ്സ് ഒന്നുകിൽ സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് സ്റ്റിച്ച് ചെയ്യും, കൂടാതെ സിക്സാഗ് ആൻഡ് സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഒന്നിച്ചും ചെയ്യും. ഇത് സ്റ്റിച്ചിങ് നീഡിൽ ഹോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഹോൾ സ്മോൾ ആൻഡ് വൈഡ് ആയിട്ടിരുന്നാൽ മാത്രമേ സ്ട്രെയിറ്റ് സ്റ്റിച്ചിങ് ചെയ്യാൻ സാധിക്കൂ. ഈ ഹോൾ വൈഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ആൻഡ് സിക്സാഗ് സ്റ്റിച്ചിങ് രണ്ടിനു വേണ്ടിയും ഇത് ഉപയോഗിക്കാം. ബൈൻഡേഴ്സ് ആൻഡ് ഫോൾഡേഴ്സ്. ഈ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് 2 അതിലധികമോ ഉള്ള ഫാബ്രിക് ലെയറുകളെ ജോയിനിങ് അല്ലെങ്കിൽ ബൈൻഡിംഗ് ചെയ്യുവാൻ സഹായിക്കും. അതേപോലെ ഫിനിഷിങ്ങിനു വേണ്ടി ഫാബ്രിക് എഡ്ജുകളെ ഫോൾഡ് ചെയ്യാനും ഇത് സഹായിക്കും. സ്പെഷ്യൽ ഓപ്പറേഷനു വേണ്ടി ഈ അറ്റാച്ച്മെന്റിനെ കോമ്പൻസേറ്റിംഗ് ഫുട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫീഡ് ഡോഗുമായിട്ട് കൂട്ടിയിണക്കിയാണ് ഇത് ഉപയോഗിക്കാറ്. ഇത് കൂടുതലായിട്ടും 2 അല്ലെങ്കിൽ 3 നീഡിൽ മെഷീനിലാണ് ഉപയോഗിക്കാറ്. ഗൈഡ്സ് ആൻഡ് ഗേജസ്. ഗൈഡ്സ് ആൻഡ് ഗേജസ് അറ്റാച്ച്മെന്റ്സ് സെറ്റ് മെഷർമെന്റ് ഉപയോഗിച്ച് സ്റ്റിച്ചിങ്ങിനു വേണ്ടി ഫാബ്രിക് അല്ലെങ്കിൽ ടേപ്പിനെ നീഡിലേക്ക് പോകുന്ന രീതിയിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യും. ഈ അറ്റാച്ച്മെന്റ്സ് ഒന്നുകിൽ ബെഡ് പാർട്ടിൽ ഫിക്സ് ചെയ്തിരിക്കും, അതല്ലെങ്കിൽ മെഷീനിന്റെ പ്രഷർ ഫുട്ട് ബാറിലായിരിക്കും ഉണ്ടാവുക. യൂസ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് ഇൻ സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ. ഫുട്ട് അറ്റാച്ച്മെന്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവ ചില സ്പെഷ്യൽ സൂയിങ് മെഷീൻ അറ്റാച്ച്മെന്റ്സ് ആണ്. ഈ ഡെമോൺസ്ട്രേഷൻ കണ്ട് അറ്റാച്ച്മെന്റിന്റെ യൂസസ് ഒബ്സർവ് ചെയ്യുക, കൂടാതെ ആവശ്യം വരുമ്പോൾ ചെയ്തും നോക്കുക. ഫുട്ട് അറ്റാച്ച്മെന്റ്. സ്പെഷ്യൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുവാൻ വേണ്ടി സൂയിങ് മെഷീനിൽ ഉള്ള പ്രസർ ഫുട്ട് റീപ്ലേസ് ചെയ്തിട്ട് സ്പെഷ്യൽ ഫുട്ട് അറ്റാച്ച്മെന്റ് വയ്ക്കണം. പ്രസർ ഫുട്ട് ബാറുമായി ഹിഞ്ച്ഡ് പ്രസർ ഫുട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഫാബ്രിക് ആൻഡ് ഫീഡ്സ് ഹോൾഡ് ചെയ്യും. അതേപോലെ ഇത് ലെഫ്റ്റ് ഓർ റൈറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 ഫിംഗേഴ്സും നന്നായിട്ട് സൂ ചെയ്യുന്ന തിക്നെസിന്റെ വേരിയേഷൻസ് അനുസരിച്ച് റൈസ് അല്ലെങ്കിൽ ലോ ചെയ്യാൻ പറ്റും. മെഷീനിൽ ഫാബ്രിക് ഗ്യാതറിംഗ് ചെയ്യുമ്പോൾ ഗ്യാതറിംഗ് ഫുട്ട് ഫിക്സ് ചെയ്യണം. അപ്പോഴേ മെഷീനിന്റെ ഓരോ സ്റ്റിച്ചും ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാദർ ആകൂ. ഇതിലൂടെ ഫാബ്രിക്കും വളരെ ക്ലോസ് ആയിട്ട് ഗ്യാദർ ആകും. സിപ്പർ ഫുട്ട് ഒരു സൈഡിലുള്ള മറ്റൊരു സൈഡുമായി അധികം ബൾക്കുള്ള ഏതൊരു സീമിനെയും സ്റ്റിച്ച് ചെയ്യാൻ ഇത് സഹായിക്കും. ഇത് സിപ്പർ അറ്റാച്ച്മെന്റ്സ് കവറിംഗ് കോഡുകളായിട്ട് ഉപയോഗിക്കും. സൂയിങ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള അളവിന് ഈ ഫൂട്ടിന്റെ നീഡിൽ
ലെഫ്റ്റ് ഓർ റൈറ്റ് വയ്ക്കണം. സിപ്പറിന്റെ മറ്റൊരു ടൈപ്പാണ് ഈ സ്പെഷ്യൽ ഫൂട്ട്. ഇത് ഇൻവിസിബിൾ സിപ്പർ ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യും. ഇത് എല്ലാ മെഷീനുകളിലും ഫിറ്റ് ആകും. ഫൂട്ടിന്റെ ബോട്ടമിൽ 2 ചാനൽസ് ഉണ്ടാകും. സിപ്പർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ വഴിയാണ് സിപ്പർ കോയിൽ പാസ് ആവുക. റഫ്ലർ അറ്റാച്ച്മെന്റ് ഫാബ്രിക്കിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്യും. ഇത് ക്ലോത്ത് ബെൻഡ് പ്ലേസിൽ എൻട്രാപ്പ് ആകും. കൂടാതെ ഫ്രിൽസ് എല്ലാം ഷേപ്പ് കൊടുക്കും. ഇത് പ്രധാനമായും ഡെക്കറേറ്റീവ് പർപ്പസ് വിത്ത് ലോങ് സ്റ്റിച്ചിനാണ് യൂസ് ചെയ്യുക. ടക്കർ ഫുട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഗ്രൂവ്സ് കാരണം ഓട്ടോമാറ്റിക്കായിട്ട് പിൻ ഫോം ആകും. ഈ ഫൂട്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് ഗ്രൂവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ ഇത് ട്വിൻ നീഡിലിൽ ഉപയോഗിക്കും. മെഷീൻ ഫാസ് മിൽസിൽ ഉള്ള ഹാൻഡ് റോൾഡ് ഹെംസ് ഹെമ്മർ ഫൂട്ടിന്റെ സഹായത്തോടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഇതിലുള്ള ഫാബ്രിക് ഫീഡഡ് ഓട്ടോമാറ്റിക്കായി റോൾ ആൻഡ് സ്റ്റിച്ച് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ഹീറ്റ് റോൾഡ് ഹെം ഫിനിഷിംഗ് കിട്ടുക. ബട്ടൺ ഫൂട്ട് അറ്റാച്ച്മെന്റിലാണ് നീഡിൽ സൈഡ് ടു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്ലേസിൽ ബട്ടൺ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തും. സ്റ്റിച്ച് വിഡ്ത്ത് നിർബന്ധമായും ബട്ടൺ ഹോൾസിന്റെ നടുവിലുള്ള സ്പേസിന് ഈക്വൽ ആയിരിക്കണം. നമ്മൾ ബട്ടൺ ഹോളിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ച് ബട്ടൺ ഘടിപ്പിക്കുമ്പോൾ യൂസ് ചെയ്യും. ഈ ബട്ടൺ ഹോൾ മെറ്റൽ ആൻഡ് ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക് എന്ന 2 വിധത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സ്റ്റിച്ച് പ്ലേസ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഗൈഡ് ലൈൻസ് ഫൂട്ടിൽ എഡ്ജ് ചെയ്തിരിക്കും. കോർഡിംഗ് ഫൂട്ടിൽ ലാർജ് ഗ്രൂവ് അണ്ടർനീത്ത് കോഡിന്റെ മേലെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇത് കോഡിന്റെ ക്ലോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യും. കോഡിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ട്വിൻ നീഡിൽ ഉപയോഗിച്ച് ഫൂട്ട് സ്യൂ ചെയ്യുന്ന ടൈപ്പാണിത്. യൂസ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് ഇൻ സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീൻ. ബൈൻഡർ ആൻഡ് ഫോൾഡർ അറ്റാച്ച്മെന്റ്. ബൈൻഡർ ആൻഡ് ഫോൾഡർ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് ആണ് സൈമൾട്ടേനിയസ് ആയി സ്യൂവിംഗ് ചെയ്യുമ്പോൾ ഫോൾഡിംഗ് അല്ലെങ്കിൽ ജോയിനിങ് ചെയ്യാൻ ഉപകരിക്കുക. ഈ ടൈപ്പ് ഓഫ് അറ്റാച്ച്മെന്റ്സ് മെഷീൻ ബെഡിൽ മൗണ്ട് ചെയ്ത ശേഷമാണ് ഉപയോഗിക്കുക. ഈ അറ്റാച്ച്മെന്റ്സ് ഹിഞ്ച്ഡ് ഫൂട്ടുമായി ചേർത്ത് യൂസ് ചെയ്യും. ഈ ഫോൾഡറിൽ ഫിനിഷ്ഡ് എഡ്ജ് ഉള്ള ടേപ്പുകളാണ് ഉപയോഗിക്കുക. ഈ ബൈൻഡർ ത്രോട്ട് പ്ലേറ്റിന്റെ മേലെ ബൗണ്ട് ചെയ്തിരിക്കും. അതും സ്വിംഗ് ലൈനിന്റെ റൈറ്റ് ആംഗിളിലായിരിക്കും ഉണ്ടാവുക. സ്പെഷ്യൽ ഫീഡ് ഡോങ് സെറ്റ് ആൻഡ് ഫൂട്ട് ആണ് ഈ യൂണിറ്റിന്റെ പാർട്സ് ആയിട്ടിരിക്കുന്നത്. ഇതാണ് ടാപ്പിന്റെ 2 എഡ്ജുകളും ഫോൾഡ് ചെയ്ത് സ്യൂ ചെയ്യുമ്പോൾ ഫോൾഡിംഗ് കറക്റ്റ് ആവാൻ സഹായിക്കുന്നത്. ഈ ഫോൾഡർ 2 അല്ലെങ്കിൽ 3 നീഡിൽ മെഷീനിലാണ് യൂസ് ചെയ്യുക. നമ്മൾ സ്യൂ ചെയ്യുമ്പോൾ ഇത് 2 പാർട്സിന്റെ എഡ്ജസും ഫോൾഡ് ചെയ്ത് ജോയിന്റും ചെയ്ത് ഇന്റർലീവ് ചെയ്യുന്നത് സഹായകരമാണ്. യോക്ക് സെറ്റർ നമ്മൾ കൂടുതലായും ഷർട്ടിലാണ് ഉപയോഗിക്കാറ്. ഈ ഫോൾഡർ 2 യോക്കിന്റെ എഡ്ജസ് ഫോൾഡ് ചെയ്യും. കൂടാതെ ഇതിന്റെ നടുവിൽ ബോഡി സെക്ഷൻ സാൻഡ്വിച്ച് ചെയ്യും. യൂസ് സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്സ് ഇൻ സിംഗിൾ നീഡഡ് ലോക്ക് സ്റ്റിച്ച് മെഷീൻ. ഗൈഡ് അറ്റാച്ച്മെന്റ്. ഈ ഗൈഡ് ആൻഡ് ഗേജ് അറ്റാച്ച്മെന്റ് ആണ് ഓപ്പറേറ്ററെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് വിഡ്ത്തില് സ്വീ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ചും ചെയ്യാൻ ഇനേബിൾ ചെയ്യുന്നത്. ബൈൻഡർ അല്ലെങ്കിൽ ഫോൾഡർ അറ്റാച്ച്മെന്റ്സ് പോലെ തന്നെ ഗൈഡ് അറ്റാച്ച്മെന്റ്സിനെ മെഷീനിന്റെ ബെഡ് പ്ലേറ്റിന്റെ മേലെ മൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക. ഫ്ലാറ്റ് സ്റ്റിച്ചിങ് ഗൈഡ് സ്വിംഗ് മെഷീനിന്റെ ബെഡ് പ്ലേറ്റിന്റെ മേലെയാണ് മൗണ്ട് ചെയ്തിരിക്കുക. കൂടാതെ റേസ്ഡ് ലെഫ്റ്റ് എൻഡ് ആണ് എഡ്ജ് ഗൈഡായിട്ട് പ്രവർത്തിക്കുക. സ്വിംഗ് ആം സ്റ്റിച്ചിങ് ഗൈഡ് പ്രഷർ ഫുട്ട് ബാറിന്റെ മേലെ മൗണ്ട് ചെയ്തിരിക്കും. നീഡിലിന്റെ ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡിൽ ഉള്ള ഗൈഡ് ലൈൻസിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ഈ ഗൈഡ് എഡ്ജിൽ ഉള്ള ആംസ് നമ്മുടെ സ്റ്റിച്ചിങ്ങിനനുസരിച്ച് നമുക്ക് റൈസ് അല്ലെങ്കിൽ ലോ ചെയ്യാൻ സാധിക്കും. എഡ്ജ് ഗൈഡ് എന്നാൽ ഒരു ചെറിയ വീലാണ്. ഇത് ഷാർപ്പ് കോണ്ടേഴ്സ് അക്യുറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എനേബിൾ ചെയ്യുന്നു. ഇതിലുള്ള സ്പ്രിംഗ് ലോക്കിംഗ് ആക്ഷൻ ഗൈഡിനെ വളരെ വേഗത്തിൽ എൻഗേജ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നു. സീം ഗേജ് മെഷീൻ ബെഡുമായി അറ്റാച്ച് ചെയ്തിരിക്കും. നീഡിലിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഡിസ്റ്റൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്യും. റീക്യാപ്പ്. ഈ സെഷനിൽ നിങ്ങൾ ഒരു സിംഗിൾ നീഡിൽ ലോക്ക് സ്റ്റിച്ച് മെഷീനിൽ പ്രത്യേക അറ്റാച്ച്മെന്റുകൾ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത സെഷനിൽ പുതിയൊരു കൺസെപ്റ്റുമായി വീണ്ടും കാണാം. നന്ദി.